ഇന്നത്തെ അറിയിപ്പുകൾ. തമിഴ്നാട്ടിൽ വീണ്ടും ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വിജയ് സർക്കാർ. സൗജന്യ സിലിണ്ടർ, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര വിപുലീകരണം എന്നിവ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നടത്തിയത്. വർഷം 3 സൗജന്യ ഗ്യാസ് സിലിണ്ടർ നൽകുന്നതാണ് ഒരു പദ്ധതി. 2.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. പദ്ധതി അടുത്ത പൊങ്കൽ മുതൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഏകദേശം 1,30,00,000 കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. പദ്ധതിക്ക് പ്രതിവർഷം 4,000 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് കൂടുതൽ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതാണ് മറ്റൊന്ന്. നേരത്തെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരുന്നു സൗജന്യ യാത്ര. ഇനി മുതൽ എക്സ്പ്രസ്, ഡീലക്സ് ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ലഭിക്കുന്നതിന് വരുമാന പരിധിയോ യാത്രയുടെ എണ്ണമോ പോലുള്ള യാതൊരു നിബന്ധനകളും ഉണ്ടാകില്ല. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും ആനുകൂല്യം ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണത്തിരക്കിനൊപ്പം കേരളത്തിൽ മദ്യവിൽപ്പനയും കുതിച്ചുയർന്നു. 6 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് വിറ്റഴിച്ചത് 512.11 കോടി രൂപയുടെ മദ്യമാണ്. സംസ്ഥാനത്ത് ഓണക്കാലത്തെ മദ്യവിൽപ്പനയിൽ റെക്കോർഡ് കുതിപ്പ്. വെറും 6 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് വിറ്റത് 512.11 കോടി രൂപയുടെ മദ്യം. ഉത്സവത്തോടനുബന്ധിച്ച് ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ തിരക്ക് വർദ്ധിച്ചതോടെയാണ് വിൽപ്പന കുത്തനെ ഉയർന്നത്. കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ ഇത് 460.8 കോടി രൂപയായിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മദ്യവിൽപ്പനയിൽ ഏകദേശം 52 കോടി രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഇന്നും ഉത്രാട ദിനത്തിലും മദ്യവിൽപ്പന കൂടുമെന്നാണ് ബെപ്കോയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ശനിയാഴ്ച മാത്രം 102 കോടിയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. ഓണം കഴിയുമ്പോൾ ബെപ്കോയുടെ മദ്യവിൽപ്പന പുതിയ റെക്കോർഡിലേക്ക് നീങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.